കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു ക്ലാസ് റൂമിൽ വെച്ച് സാറ് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കഥാനായകനായ ഷുൺ തക്കാഹാത്ത കിടന്നുറങ്ങുന്നത് കാണാം. അപ്പോൾ സാറ് തക്കാഹാത്തയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിന്റെയും മുന്നിൽ വെച്ച് അവനെ കളിയാക്കുകയാണ്. എന്നാൽ അതിനുശേഷം സാറ് ക്ലാസ് എടുക്കാനായി വീണ്ടും ആരംഭിച്ചപ്പോൾ ആ സാറിന്റെ തല പൊട്ടിത്തെറിക്കുകയാണ്. ഇത് കണ്ട് ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും ഷോക്കായി പോയി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. സാറിന്റെ തല പൊട്ടിത്തെറിച്ചതിനു ശേഷം അവിടെ ഒരു തലയുടെ കളിപ്പ എത്തുകയാണ്. അപ്പോൾ ഈ തലയുടെ പേര് ദറൂമ ഡോൾ എന്നാണ്. പിന്നീട് ആ ക്ലാസ്സിൽ ദറൂമ ഡോൾ നടത്തിയത് ഒരു മരണക്കളിയാണ്. അതായത് ആരൊക്കെയാണോ അനങ്ങുന്നത് അവരൊക്കെ തല പൊട്ടിത്തെറിച്ച് മരണപ്പെടാനായി ആരംഭിച്ചു. ഇത് കണ്ട് എല്ലാ സ്റ്റുഡൻസും ഷോക്കായി നിൽക്കുകയാണ്. എന്നാൽ ചിലർ അറിയാതെ അനങ്ങിപ്പോകും. അപ്പോൾ അവരൊക്കെ തന്നെ ഇതുപോലെ തല പൊട്ടിത്തെറിച്ച് മരണപ്പെടും. അപ്പോൾ ഇവിടെ ജീവനോടെ ബാക്കിയുള്ള സ്റ്റുഡൻസിന് മനസ്സിലായി സ്റ്റാച്യു പോലെ അനങ്ങാതെ നിന്നാൽ മാത്രമേ അവർക്ക് ഇവിടെ മരണത്തിൽ നിന്ന് രക്ഷയുള്ളൂ എന്ന്. ദറൂമ ഡോൾ ബോർഡ് നോക്കി തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ അനങ്ങുകയോ സംസാരിക്കുകയോ ചെയ്യാം. എന്നാൽ പെട്ടെന്നായിരിക്കും ദറൂമ ഡോൾ അവരുടെ നേർക്ക് തിരിയുക. അപ്പോൾ ആരെങ്കിലും അനങ്ങുന്നത് ദറൂമ ഡോൾ കണ്ടാൽ അവർ ആ സ്പോട്ടിൽ ചോര തെറിച്ച് മരണപ്പെടും. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇവിടെ അയ്യോ എനിക്ക് കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാനായി ശ്രമിച്ചതാണ്. അപ്പോഴേക്കും ദറൂമ ഡോൾ തിരിയുകയാണ്. ആ പെൺകുട്ടി സ്പോട്ടിൽ മരണപ്പെട്ടു. ദറൂമ ഡോൾ വീണ്ടും ബോർഡിലേക്ക് തിരിഞ്ഞപ്പോൾ 3-4 പേര് പെട്ടെന്ന് ക്ലാസ്സിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഡോറ് എത്ര ശ്രമിച്ചിട്ടും അവർക്ക് തുറക്കാനായി പറ്റുന്നില്ല. ദറൂമ ഡോൾ വീണ്ടും തിരിയുകയാണ്. ഡോറ് തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരും അപ്പോൾ മരണപ്പെട്ടു. സോ ഫൈനലി ഈ സ്റ്റുഡൻസ് ഈ ഗെയിം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി. ദറൂമ ഡോൾ ബോർഡ് നോക്കി തിരിയുന്ന സമയത്ത് അവര് ദറൂമ ഡോളിന്റെ ബാക്ക് സൈഡിൽ ഒരു ബട്ടൺ കാണുകയാണ്. ആ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഈ മരണക്കളി അവസാനിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ ഗെയിം ഞാൻ തന്നെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു ഒരുത്തൻ പെട്ടെന്ന് ആ ബട്ടൺ പ്രസ് ചെയ്യാനായി ദറൂമ ഡോളിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നാൽ കൃത്യസമയം ദറൂമ ഡോൾ അവർക്ക് നേരെ തിരിയുകയാണ്. അങ്ങനെ ആ ബട്ടൺ പ്രസ് ചെയ്യാൻ ഓടിയവൻ മരണപ്പെട്ടു. അവന്റെ മരണം കണ്ട് പേടിച്ച് നിലവിളിച്ച കുറച്ച് പെൺകുട്ടികളും മരണപ്പെട്ടു. ഗൈസ്, നമ്മൾ തിരക്ക് കൂട്ടരുത്. ക്ഷമയോടെ വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഓരോ നിമിഷവും നമ്മൾ ഓരോ അടി മുന്നോട്ട് വെച്ച് അവസാനം നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്ത് ഗെയിം അവസാനിപ്പിക്കാമെന്ന് ഒരുത്തൻ പറഞ്ഞപ്പോൾ മറ്റൊരുത്തൻ കരഞ്ഞുകൊണ്ട് പറയാണ് ക്ഷമയോടെ മുന്നോട്ടേക്ക് പോകാൻ നേരമില്ല. ദാ അത് നോക്ക്, ടൈമർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ടൈമറാണ് അത്. അതായത് ഈ 1 മിനിറ്റിനുള്ളിലായിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഈ ഗെയിം അവസാനിക്കൂ. അല്ലെങ്കിൽ ഈ ടൈമർ 0 ആയാലും ഈ ക്ലാസ്സിൽ ജീവനോടെ ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസും മറ്റുള്ളവരെ പോലെ മരണപ്പെടും. അപ്പോൾ വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളത് കൊണ്ട് ക്ലാസ്സിലെ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് ഓടി ചെല്ലുകയാണ്. അവരൊക്കെ മറ്റുള്ളവരെ പോലെ തല പൊട്ടിത്തെറിച്ച് മരണപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ക്ലാസ്സിൽ ആകെ ബാക്കിയുള്ളത് 2 പേരാണ്. അതിൽ ഒരാള് നമ്മുടെ കഥാനായകനായ ഷുൺ തക്കാഹാത്തയാണ്. അപ്പോൾ ഇവൻ തക്കാഹാത്തയോട് പറയാണ്, എടാ ഞാൻ ഒരു ഐഡിയ പറയാം, നിനക്ക് നന്നായിട്ട് ജമ്പ് ചെയ്യാൻ അറിയത്തില്ലേ, അതുകൊണ്ട് നീ എന്റെ ബാക്ക് ചവിട്ടി ചാടി ആ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഈ ഗെയിം അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ തക്കാഹാത്ത വളരെ വേഗത്തിൽ ഓടി വന്ന് അവന്റെ നടുപ്പുറം ചവിട്ടി ദറൂമ ഡോളിന്റെ നേർക്ക് ബട്ടൺ പ്രസ് ചെയ്യാനായി ചാടി ചെല്ലുകയാണ്. ഇതേ സമയം ദറൂമ ഡോൾ അവർക്ക് നേരെ തിരിയാനായിട്ടുമുണ്ട്. എന്നാൽ അതിനു മുന്നേ ആയിട്ടും നമ്മുടെ ഹീറോ ആ ബട്ടൺ പ്രസ് ചെയ്തു. ദറൂമ ഡോൾ താഴെ വീണു. അതായത് ഈ മരണക്കളി അവസാനിച്ചു. അങ്ങനെ ഇവർക്ക് 2 പേർക്കും ഭയങ്കര സന്തോഷമായി. അവനാണെങ്കിൽ തക്കാഹാത്തക്ക് തംസ് അപ്പ് കാണിച്ചു നിൽക്കുമ്പോൾ ദാണ്ടെ അവനും തല പൊട്ടിത്തെറിച്ച് മരണപ്പെടുകയാണ്. ഈ സമയം മേശപ്പുറത്തേക്ക് ദറൂമ ഡോൾ ചാടി വന്ന് തക്കാഹാത്തയോട് പറയാണ്, ഈ ബട്ടൺ പ്രസ് ചെയ്തത് നീയാണ്, അതുകൊണ്ട് നീ മാത്രമാണ് വിന്നർ. ബട്ടൺ പ്രസ് ചെയ്തത് ആരാണോ അവര് മാത്രമേ ജീവിക്കുകയുള്ളൂ. ഈ സമയം ആ ക്ലാസ്സിലേക്ക് മറ്റൊരു ക്ലാസ്സിലെ പെൺകുട്ടി പേടിച്ച് കരഞ്ഞുകൊണ്ട് ഓടിയെത്തുകയാണ്. അപ്പോൾ ഇഷിക എന്ന ഈ പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക. അവള് കരഞ്ഞുകൊണ്ട് തക്കാഹാത്തയോട് പറയാണ്, എന്റെ ക്ലാസ്സിലെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ഞാനാണ് ദറൂമ ഡോളിന്റെ ബട്ടൺ പ്രസ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഞാൻ മാത്രം ജീവിച്ചു, ബാക്കി എല്ലാവരും മരണപ്പെട്ടു. ഞാൻ കാരണമാണ് അവരൊക്കെ മരണപ്പെട്ടത് എന്ന് പറഞ്ഞ് ഇഷിക കരയുമ്പോൾ തക്കാഹാത്ത പറയാണ്, നീ കരയരുത്, ഇതേ അവസ്ഥ തന്നെയാണ് എന്റെ ക്ലാസ്സിലും നടന്നത്. ഈ ഗെയിമിന്റെ റൂളാണ് അത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. ഞാൻ പെട്ടെന്ന് പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞ് തക്കാഹാത്ത ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോണിലാണെങ്കിൽ റേഞ്ച് ഇല്ല. ഈ സമയം അവരോട് 2 പേരോടും ദറൂമ ഡോൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ 2 പേരും എവിടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളൂ, നിങ്ങൾ വെറും എലികളാണ്, നിങ്ങളെ തേടി പൂച്ച വരുന്നുണ്ട്. ഇത് കേട്ട് തക്കാഹാത്തയും ഇഷികയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് പുറത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ സ്കൂളിലെ ഒരു ഡോർ
ഡോറും അവർക്ക് തുറക്കാനായി സാധിക്കുന്നില്ല. എല്ലാം ലോക്കാണ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് ഗ്ലാസ് തകർക്കാനായി ശ്രമിച്ചപ്പോൾ ആ ഗ്ലാസ് പോലും പൊട്ടുന്നില്ല. അങ്ങനെ അവര് സ്കൂളിലെ ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് ഓടിക്കയറിയപ്പോഴും അവിടുത്തെ ഡോർസ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആയി. അതേപോലെ അവിടെ എലിയുടെ വേഷത്തിലുള്ള കോസ്റ്റ്യൂം ധരിച്ചു നിൽക്കുന്ന മറ്റു ക്ലാസ്സുകളിൽ നിന്ന് ഈ ദറൂമ ഡോൾ ഗെയിം അതിജീവിച്ച സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ അവിടെ വെളിങ്ങനെ എഴുതിയിട്ടുണ്ട് എല്ലാവരും ഈ എലിയുടെ വസ്ത്രം ധരിക്കണമെന്ന്. എന്നാൽ എല്ലാവരും അത് ധരിച്ചിട്ടൊന്നുമില്ല. ഒരുത്തൻ ഇവർക്ക് രണ്ടുപേർക്കും ആ വസ്ത്രം നൽകിയിട്ട് പെട്ടെന്ന് ഇതിട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരണപ്പെട്ടേക്കാം എന്ന് പറയുകയാണ്. എന്നാൽ അവര് ആ വസ്ത്രം ധരിക്കുന്നതിന് മുൻപ് തന്നെ ആ ബാസ്കറ്റ് ബോൾ കോർട്ടിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വലിയ ഒരു പൂച്ച പുറത്തേക്ക് വരികയാണ്. ഈ പൂച്ചയെ കുറിച്ചാണ് ദറൂമ ഡോൾ പറഞ്ഞത് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇവര് നേരിടാൻ പോകുന്ന അടുത്ത മരണക്കളിയാണ് ഇത്. പൂച്ച അവിടെ പുറത്തു വന്ന ഉടനെ അവിടെ എലിയുടെ വേഷം ധരിച്ചു നിൽക്കുന്ന ഒരുത്തനെ പിടിച്ചു തിന്നുകയാണ്. ഇത് കണ്ട് ഇവരെല്ലാവരും ആ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പൂച്ച ഓരോരുത്തരെയായി കൊന്നു തിന്നുന്നുമുണ്ട്. ഈ സമയം അവിടെ ഒരു ബോൾ തക്കാഹാത്തയും ഇഷികയും കാണുകയാണ്. പൂച്ചയുടെ കഴുത്തിലായിട്ട് ഒരു ബാസ്കറ്റുമുണ്ട്. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് ഇഷികക്കും തക്കാഹാത്തക്കും മനസ്സിലായി. ഈ ബോൾ പൂച്ചയുടെ കഴുത്തിലെ ബാസ്കറ്റിലെ കൂടി ഇടണം, എന്നാൽ മാത്രമേ ഈ മരണക്കളി അവസാനിക്കുകയുള്ളൂ. അതേപോലെ ഈ ബോളിലും ടൈമർ ഉണ്ട്. ആ ടൈമർ 0 ആവുന്നതിന് മുൻപായിട്ട് തന്നെ അവർ ഈ ബോൾ ബാസ്കറ്റിലേക്ക് എറിയണം, അല്ലെങ്കിൽ എല്ലാവരും മരണപ്പെടും. അപ്പോൾ കിക്കാവ എന്ന ഈ പയ്യനാണ് ഈ സ്കൂളിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബാസ്കറ്റ് ബോൾ താരം. അപ്പോൾ അവനാണ് ഈ ബോൾ ബാസ്കറ്റിലേക്ക് എറിയാനായിട്ട് പോകുന്നത്. എന്നാൽ അവൻ ആ ബോൾ എറിഞ്ഞ സമയത്ത് പൂച്ച വളരെ നിസ്സാരമായിട്ട് അത് പിടിക്കുകയാണ്. ശേഷം കിക്കാവയെ ഒറ്റ അടിയിൽ കൊന്നു കളയുകയും ചെയ്തു. ഇത് കണ്ട ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ ബോൾ ബാസ്കറ്റിലേക്ക് എറിയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല എന്ന്. ഈ സമയം തക്കാഹാത്ത മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. പൂച്ച ഇതുവരെ അവനെയോ ഇഷികയോ തിന്നാനേ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഈ എലിയുടെ കോസ്റ്റ്യൂം ധരിച്ചവരെ മാത്രമാണ് പൂച്ച ഭക്ഷിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ തക്കാഹാത്ത എല്ലാവരോടും പെട്ടെന്ന് എലിയുടെ കോസ്റ്റ്യൂം അഴിക്കാനായിട്ട് പറയുകയാണ്. തക്കാഹാത്ത പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ എല്ലാവരും പെട്ടെന്ന് എലിയുടെ കോസ്റ്റ്യൂം അഴിച്ചു. പിന്നീട് കുറെ നേരം പൂച്ച അനങ്ങാതെ നിന്നു. അതായത് പൂച്ച ആരെയും തിന്നുന്നില്ല. അവരെല്ലാവരും പൂച്ച അടങ്ങി എന്നാണ് വിചാരിച്ചത്. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പൂച്ച അവരെ തിന്നാനായി ആരംഭിച്ചു. അതായത് പൂച്ചക്ക് വീണ്ടും വിശന്നപ്പോൾ എലിയുടെ വസ്ത്രം ധരിച്ചവർ അങ്ങനെ ഒന്നുമില്ല, കിട്ടുന്നവരെയൊക്കെ പൂച്ച തിന്നാനേ തുടങ്ങി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ബോൾ ബാസ്കറ്റിലിട്ട് ഈ ഗെയിം അവസാനിപ്പിച്ചേ മതിയാവും. സോ പൂച്ച ഇവിടെ ഇഷികയെ തിന്നാനായി പോകുമ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടി തക്കാഹാത്ത എലിയുടെ കോസ്റ്റ്യൂം ധരിക്കുകയാണ്. എന്നിട്ട് എന്നെ വന്ന് തിന്ന് എന്ന് തക്കാഹാത്ത പറഞ്ഞു. പൂച്ച തക്കാഹാത്തയെ ആക്രമിക്കാനായി ശ്രമിക്കുമ്പോഴൊക്കെ തക്കാഹാത്ത അതിസാഹസികമായിട്ട് രക്ഷപ്പെടുന്നുമുണ്ട്. സോ ഇവിടെ ഇവരെല്ലാവരും ബോൾ എറിയാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. എന്നാൽ അവര് കുറച്ചുപേര് തമ്മിൽ വാക്ക് തർക്കമുണ്ടാവുകയാണ്. ദറൂമ ഡോളിന്റെ ബട്ടൺ പ്രസ് ചെയ്തയാൾ മാത്രമാണ് ജീവിച്ചത്, ബാക്കി എല്ലാവരും മരണപ്പെട്ടു. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണെങ്കിലോ? അപ്പോൾ അത് ഇവര് പറഞ്ഞ് ഇവര് തമ്മിൽ തർക്കമായ സമയത്ത് പെട്ടെന്ന് പൂച്ച അതിലെ കുറച്ചുപേരെ വന്ന് തിന്നുകയാണ്. അപ്പോൾ ഈ സമയം തക്കാഹാത്തക്ക് ഒരു ഐഡിയ തോന്നി. അവൻ ഇഷികയെ കൂട്ടി ആ ബോളുമായി ഓടുകയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ബോൾ ഉണ്ട്. ഒന്ന് സാധാരണ ബാസ്കറ്റ് ബോളും മറ്റേത് യഥാർത്ഥ ടൈമർ ബോളുമാണ്. എന്നാൽ ഈ രണ്ട് ബോൾസും ഇവർ കവർ ചെയ്തത് കൊണ്ട് ഇതിൽ ഏതാണ് ബാസ്കറ്റ് ബോൾ ഏതാണ് ടൈമർ ബോൾ എന്ന് പൂച്ചക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെ രണ്ടുപേരും ഒരേ സമയം പൂച്ചയെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ് രണ്ട് ബോളും ഒരുമിച്ചേർന്നത്. പക്ഷെ ഇവിടെ ചെറുതായി പണിപാളി. തക്കാഹാത്തയാണ് ടൈമർ ബോൾ എറിഞ്ഞത്, എന്നാൽ ആ ബോൾ ബാസ്കറ്റിലേക്ക് വീണിട്ടില്ല. എന്നാൽ ഈ സമയം പൂച്ചയുടെ പിന്നിൽ നിന്ന് അമായ എന്ന ഒരുത്തന് ചാടി വന്ന് ഈ ബോൾ പിടിച്ച് പൂച്ചയുടെ ബാസ്കറ്റിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഫൈനലി ഈ മരണക്കളിയും അവര് അവസാനിപ്പിച്ചു. സോ ഇവിടെ 3 പേരാണ് അതിജീവിച്ചത്. തക്കാഹാത്ത, ഇഷിക, പിന്നെ അമയ. ഈ ഗെയിം അവസാനിച്ചതിനു ശേഷം ആ പൂച്ചയുടെ വായിൽ നിന്ന് കുറെ ഗ്യാസ് പുറത്തേക്ക് വരുന്നതായി കാണാം. അപ്പോൾ അവരുടെ 3 പേരുടെയും ബോധം പോയി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തക്കാഹാത്ത ഉറക്കത്ത് നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അവൻ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് അവന് മനസ്സിലാകുന്നില്ല. എന്നാൽ അവന്റെ കൂടെയുള്ളത് അവന്റെ കൂടെ പണ്ട് മറ്റൊരു സ്കൂളിൽ പഠിച്ച തക്കേസെ എന്ന ഒരു പെൺകുട്ടിയാണ്. അതേപോലെ തൈറ, താവോക്ക എന്ന വേറെ സ്കൂളിൽ പഠിക്കുന്ന 2 പേര് കൂടി അവിടെയുണ്ട്. അങ്ങനെ 4 സ്റ്റുഡൻസ് ആണ് ഈ ഒരു റൂമിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവരും ദറൂമ ഡോളിന്റെയും പൂച്ചയുടെയും ഒക്കെ ഗെയിം അതിജീവിച്ച് തക്കാഹാത്ത എങ്ങനെയാണോ ഇവിടെ എത്തിയത് അതേപോലെ ഇവിടെ എത്തിയവരാണ്. പക്ഷെ ഇഷികയും അമയും എവിടെ പോയി? അതാണ് ഇപ്പോൾ തക്കാഹാത്തയുടെ ചോദ്യം. അവരെന്നാൽ ബാക്കിയുള്ള സർവൈവ് ചെയ്ത സ്റ്റുഡൻസിന്റെ കൂടെ വേറെ മുറിയിലായിരിക്കുമെന്ന് തക്കേസെ പറയുകയാണ്. സോ ഈ റൂമിന്റെ ഡോറും തക്കാഹാത്ത തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി അവരെ
കാത്ത് മറ്റൊരു മരണക്കളി ഇവിടെ എത്തുന്നുണ്ട്. അതിനുവേണ്ടി ഇവര് 4 പേരും ഇനി വെയിറ്റ് ചെയ്യണം. ആ സമയത്താണ് അവിടെയുള്ള ഡോറ് തുറന്ന് 4 ഡോൾസ് വന്നത്. അപ്പോൾ ഈ ഡോൾസിന്റെ പേര് കൊക്കേഷി ഡോൾസ് എന്നാണ്. അപ്പോൾ ഈ ഗെയിമിന്റെ റൂൾസ് കൊക്കേഷീസ് ഈ 4 പേരോട് പറയുകയാണ്, ഒരാൾ വന്ന് നടുക്ക് കണ്ണുപൊത്തിയിരിക്കണം. അപ്പോൾ ഈ 4 കൊക്കേഷീസ് അവരുടെ ചുറ്റും കറങ്ങും. അവസാനം ആരാണോ അവരുടെ പിന്നിലുള്ളത് അവരുടെ പേര് കൃത്യമായിട്ട് അവര് പറയണം. അങ്ങനെ പറഞ്ഞാൽ ഈ ഗെയിം അവസാനിക്കും. തെറ്റുത്തരമാണ് പറഞ്ഞതെങ്കിലും മരണം തന്നെയാണ് വിധി. അപ്പോൾ ആദ്യം തന്നെ കണ്ണുപൊത്തി ഇരിക്കുന്നത് തൈറയാണ്. അങ്ങനെ അവസാനം തൈറ പേടിച്ച് ഭയന്ന് ആരാണ് തന്റെ പിന്നിലുള്ളത് എന്ന് പറയുകയാണ്. എന്നാൽ അവൻ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അയ്യേ ചമ്മിപ്പോയെ നീ പറഞ്ഞ ഉത്തരം തെറ്റാണ്, നീ ചത്തേ എന്ന് പറഞ്ഞ് കൊക്കേഷീസ് അവന്റെ തലയിൽ ലേസർ അടിച്ച് അവനെ കൊന്നു കളയുകയാണ്. അടുത്തതായി കൊക്കേഷീസ് ഗെയിം കളിക്കാനായി വിളിച്ചത് തവോക്ക എന്ന പെൺകുട്ടിയാണ്. അപ്പോൾ തവോക്ക കരഞ്ഞുകൊണ്ട് പ്ലീസ് എനിക്ക് കളിക്കേണ്ട, എനിക്ക് പേടിയാണ് എന്ന് പറയുകയാണ്. അച്ചോടാ, അവൾക്ക് ഗെയിം കളിക്കേണ്ട പോലും. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് അവളെ കൊന്നു കളയാമെന്ന് ഈ കൊക്കേഷീസ് പറഞ്ഞപ്പോൾ അയ്യോ പ്ലീസ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഗെയിം കളിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് തവോക്ക പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിക്ക് സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ പുള്ളിക്കാരിയും തെറ്റുത്തരമാണ് പറഞ്ഞത്. അങ്ങനെ കൊക്കേഷീസും തവോക്കനെയും കൊന്നു കളഞ്ഞു. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങളുടെ വളരെ ചെറിയ ഒരു സഹായം വേണം. ഞാൻ ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കായി തയ്യാറാക്കിയത്. എന്നാൽ 85% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ തുടർന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാനായി അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. അടുത്തതായി ഗെയിം കളിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ തക്കാഹാത്തയാണ്. തക്കാഹാത്ത എന്നാൽ ബുദ്ധിപരമായിട്ടാണ് ഗെയിം കളിച്ചത്. അവൻ കണ്ണുപൊത്തി ഇരിക്കുന്ന സമയത്ത് ഇവരുടെ 4 പേരുടെയും നീക്കങ്ങൾ അവരുടെ ശബ്ദം മനസ്സിലാക്കി ട്രാക്ക് ചെയ്തു. അങ്ങനെ ആരാണ് അവന്റെ പിന്നിലുള്ളത് എന്ന് അവൻ മനസ്സിലാക്കി ശരി ഉത്തരം പറഞ്ഞു. തക്കാഹാത്ത ശരി ഉത്തരം പറഞ്ഞ അതേ സമയം ഈ 4 കൊക്കേഷീസും തകർന്നു പൊട്ടിപ്പോവുകയാണ്. അതായത് ഈ ഗെയിം തക്കാഹാത്ത അവസാനിപ്പിച്ചു. അപ്പോൾ തക്കേസെ ഓടി വന്ന് തക്കാഹാത്തയോട് നന്ദി പറയുകയാണ്. കാരണം തക്കാഹാത്ത ഈ ഗെയിം ബുദ്ധിപരമായി അവസാനിപ്പിച്ചത് കൊണ്ട് ഇവിടെ അതിജീവിച്ചത് തക്കാഹാത്ത മാത്രമല്ല തക്കേസെ കൂടിയാണ്. അതേപോലെ ഇവിടെ അവർക്ക് താഴെ നിന്ന് വലിയ ഒരു താക്കോല് കൂടി കിട്ടുകയാണ്. ആ താക്കോലുമായി അവര് ആ മുറിയുടെ പുറത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ച് അവര് ബാക്കിയുള്ളവരും കണ്ടുമുട്ടുകയാണ്. ഈ സമയത്ത് അവിടെ വലിയ ഒരു ടൈമർ ഉള്ള ബോൾ താഴേക്ക് വീണു. അതിൽ 7 താക്കോലിടാനുള്ള സ്ഥലവുമുണ്ട്. അങ്ങനെ ഇവര് 7 പേരും അതിൽ ആ 7 താക്കോലുകളും ഒരുമിച്ചിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ അവര് 7 പേരും, അതായത് ഇതുവരെയുള്ള മരണക്കളികളൊക്കെ സർവൈവ് ചെയ്ത 7 പേരും ഈ ഒരു മരണക്കളിയും അതിജീവിച്ചു. ആ ടൈമർ അവരോട് വസ്ത്രം മാറാനായിട്ട് പറയുകയാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ബാസ്കറ്റ്സിലായിട്ട് ഇവർക്ക് 7 പേർക്കുമുള്ള വസ്ത്രങ്ങളും ഷൂസും ഒക്കെ ഉണ്ട്. അതിനുശേഷം ഈ ടൈമർ വലിയ ഒരു ഗുഹയുടെ അകത്തേക്ക് പോയിട്ട് ഇവരോടൊക്കെ ആ ഗുഹയുടെ അകത്തേക്ക് വരാനായിട്ട് പറയുകയാണ്. അവര് വസ്ത്രമൊക്കെ മാറി ആ ഗുഹയുടെ അകത്തേക്ക് കൂടി നടന്നു പോയപ്പോൾ അവർ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു തണുപ്പുള്ള അഥവാ മഞ്ഞൊക്കെയുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെയാണ് ഈ 7 പേർക്കുള്ള അടുത്ത മരണക്കളി നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചാടി വന്നിട്ടുള്ള ഈ പോളാർ കരടിയുടെ പേരാണ് ഷിറോകുമ. സോ ഇവിടെ ഇവരെ കാത്തു നിൽക്കുന്ന ഗെയിം എന്തെന്ന് വെച്ചാൽ ഷിറോകുമ എന്ന പോളാർ ബെയർ ഇവരോട് 7 പേരോടും ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ആരാണോ കളവ് പറയുന്നത് അവര് മരണപ്പെടും. അതിൽ ആരെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഈ 7 പേര് തന്നെ കണ്ടുപിടിക്കണം അവരിൽ ആരാണ് കള്ളം പറഞ്ഞത് എന്ന്. അവര് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അവര് 7 പേരും മരണപ്പെടും. അപ്പോൾ ഷിറോകുമ ആദ്യം അവരോട് ചോദിച്ച ചോദ്യം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഭവം എന്താണ് എന്നാണ്. അങ്ങനെ അവർ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ പറഞ്ഞു. എന്നാൽ ഷിറോകുമ ദേഷ്യത്തിൽ പറയാണ് നിങ്ങളിൽ ഒരാൾ കള്ളം പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് ആരാണ് എന്ന് കണ്ടുപിടിച്ച് 2 മിനിറ്റ് കൊണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും ചാവും. അങ്ങനെ അവര് 7 പേരും തമ്മിൽ തർക്കമാവുകയാണ്. ആരാണ് കളവ് പറഞ്ഞത്? ഈസി ചോദ്യമല്ലേ ചോദിച്ചത്, അതിന്റെ ഉത്തരം പോലും ആരാണ് കളവ് പറഞ്ഞത്? എല്ലാവരും കൊലക്ക് കൊടുക്കാനാണോ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഞാനല്ല കളവ് പറഞ്ഞത്, ഇവനായിരിക്കും അല്ലെങ്കിൽ ഇവളായിരിക്കും കളവ് പറഞ്ഞത് എന്നൊക്കെയാണ്. അപ്പോൾ അതിൽ ഒരുത്തൻ പറഞ്ഞത് ചപ്പുവർഗ്ഗങ്ങൾ എന്നാണ്. അപ്പോൾ അവനെയാണ് പറയുന്നത്. ആർക്കാണ് ചപ്പുവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളത്? കളവ് പറഞ്ഞത് നീ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെയാണ് ഇവര് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഷിറോകുമ ആ കളവ് പറഞ്ഞവനെ അടിച്ച് കൊന്നു കളഞ്ഞു. അതിനുശേഷം ഷിറോകുമ അടുത്ത ചോദ്യം ചോദിച്ചു. അപ്പോൾ വീണ്ടും ബാക്കിയുള്ള 6 പേരും ഉത്തരങ്ങൾ പറഞ്ഞു. എന്നാൽ വീണ്ടും ഒരാൾ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാരാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഇവര് 2-3 പേര് പറയുന്നത് തക്കേസിയുടെ പേരാണ്, അതായത് അവളാണ് ഇപ്പോൾ കളവ് പറഞ്ഞത് എന്ന്. അപ്പോൾ നമ്മുടെ തക്കഹാത്ത തക്കേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, അവൾ ഒരിക്കലും കളവ് പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ
അപ്പോഴേക്കും ഷിറോകുമ തക്കേസ എന്ന പെൺകുട്ടിയും അടിച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ നമ്മുടെ തക്കഹാത്തക്ക് നല്ല ദേഷ്യം വന്നു. അവൻ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി, എത്രയും നേരം കളവ് പറയുന്നുണ്ടായത് അവരുടെ കൂടെ ഉണ്ടായവർ ആരുമല്ല, അത് ഷിറോകോമ എന്ന പോളാർ ബെയർ തന്നെയാണ്. മനഃപൂർവ്വം ആരെങ്കിലും കൊല്ലാൻ വേണ്ടിയാണ് ഷിറോകോമ നിങ്ങളിൽ ഒരാള് കളവ് പറയുന്നുണ്ട് എന്ന് കള്ളം പറഞ്ഞത്. അപ്പോൾ ഈ കാര്യം തക്കഹാത്ത മനസ്സിലാക്കി അത് ഷിറോകോമയോട് ദേഷ്യത്തോടെ പറയുകയാണ്. അപ്പോൾ ഈ ഗെയിമിന്റെ പിന്നിലുള്ള സത്യം തക്കഹാത്ത ഫിഗർ ഔട്ട് ചെയ്തതുകൊണ്ട് ഈ ഗെയിമും തക്കഹാത്ത തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിം അവസാനിച്ചപ്പോൾ ഷിറോകോമോ എന്ന പോളാർ ബെയർ അവിടെ ചൂട് കാരണം മെൽട്ടായി പോകുന്നത് നമ്മൾക്ക് കാണാം. സോ ഇപ്പോൾ ജീവനോടെ ബാക്കിയുള്ളത് 5 പേര് മാത്രമാണ്. അതിനുശേഷം അവരെല്ലാവരും പെട്ടെന്ന് അവര് പോലും അറിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ ഇത് വലിയ ഒരു കാസലാണ്. സോ ഈ കാസലിലായിരിക്കും അവർ കളിക്കാനായി പോകുന്ന ഫൈനൽ ഗെയിം അഥവാ അവസാനത്തെ മരണക്കളി നടക്കാനായിട്ട് പോകുന്നത്. അവർ അവിടെ എത്തിയിട്ട് കുറച്ചധികം സമയമായെങ്കിലും ഇതുവരെ ഒന്നും തന്നെ അവരുടെ അടുത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവര് 5 പേരും നിന്ന് ആലോചിക്കുന്നത് ഇനി എന്ത് മരണക്കളി ആയിരിക്കും അവര് നേരിടാനായിട്ട് പോകുന്നത് എന്ന്. ആ സമയത്താണ് അവിടെയുള്ള ഒരു ഡോർ ഓപ്പൺ ചെയ്ത് 3 ഡോൾസ് പുറത്തേക്ക് വന്നത്. ഇനി അവരുടെ അടുത്ത ഗെയിം എന്താണ് എന്ന് ഈ ഡോൾസ് പറയുകയാണ്. സോ ഫൈനൽ ഗെയിം ആണ് കിക്ക് ദ ക്യാൻ. കിക്ക് ദ ക്യാൻ എന്ന ഗെയിം കൂടി അവസാനിച്ചാലും ഇതോടെ എല്ലാം അവസാനിക്കും. സോ ഈ ഗെയിമിൽ ആരാണോ അതിജീവിക്കുന്നത് അവര് മാത്രമായിരിക്കും ഫ്രീ ആയിട്ട് പുറത്തേക്ക് അഥവാ സാധാരണ ലോകത്തേക്ക് തിരിച്ചു പോവുക. സോ കിക്ക് ദ ക്യാൻ എന്ന ഗെയിമിന്റെ റൂൾസ് ആണ് ഇപ്പോൾ ഈ 3 ഡോൾസ് ഇവിടെ പറയുന്നത്. നെറുക്കെടുപ്പിലെ കൂടി ഇവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ആയ ആള് പോലീസ് ആയിരിക്കും, ബാക്കിയുള്ളവർ കള്ളന്മാരായിരിക്കും. അപ്പോൾ പോലീസിന്റെ ടാസ്ക് എന്തെന്ന് വെച്ചാൽ ഈ കാസലിന്റെ മുകളിലുള്ള ക്യാന് താഴെ എത്തിക്കണം, എന്നിട്ട് അത് അവിടെയുള്ള ചുവന്ന സർക്കിളിൽ കൊണ്ടുവെക്കണം. ഈ സമയം കൊണ്ട് കള്ളന്മാരെ എല്ലാവരും എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കാനായിട്ട് പോകണം. പിന്നീട് പോലീസ് അവരെയൊക്കെ കണ്ടെത്തി അവിടെയുള്ള ജയിലിൽ അടക്കണം. പോലീസ് ജയിലിലാക്കുന്ന കള്ളന്മാരൊക്കെ തീർച്ചയായിട്ടും മരണപ്പെടും. എന്നാൽ ഏതെങ്കിലും ഒരു കള്ളന് ഈ ക്യാന് വേണമെങ്കിൽ ചവിട്ടി താഴെയിടാം. അങ്ങനെ ചവിട്ടിയാൽ ജയിലിൽ അടക്കപ്പെട്ട കള്ളന്മാരൊക്കെ രക്ഷപ്പെടും. എന്നാൽ ഈ ക്യാന് ചവിട്ടുന്നവൻ ക്യാന് പൊട്ടിത്തെറിച്ച് മരണപ്പെടും. അതായത് ജയിലിൽ അടക്കപ്പെട്ട മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു കള്ളന് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താം. അപ്പോൾ ഇതാണ് കിക്ക് ദ ക്യാൻ എന്ന മരണക്കളിയുടെ റൂൾസ്. സോ ഇവിടെ ഡോൾ 5 സ്റ്റിക്സ് അവർക്ക് നൽകുകയാണ്. അവർ ഓരോരുത്തരും ഓരോ സ്റ്റിക്ക് കയ്യിലെടുത്തു. അപ്പോൾ പോലീസായി സെലക്ട് ആയത് വേറെ ആരുമല്ല, ക്രൂര സ്വഭാവമുള്ള അഥവാ സൈക്കോ സ്വഭാവമുള്ള അമായ എന്ന ഇവൻകാണ്. സോ എല്ലാവരും പെട്ടെന്ന് ഓടി ഒളിക്കാനായിട്ട് ചെല്ലുകയാണ്. അമായ എന്നാൽ കാസലിന്റെ മുകളിൽ കയറി ക്യാൻ എടുത്ത് സമയം കളയാനൊന്നും നിന്നിട്ടില്ല. അവൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു ഡോളിനെ നേരെ മുകളിലേക്ക് ചവിട്ടി തെറിപ്പിക്കുകയാണ്. ആ ഡോൾ ആ ക്യാനിൽ കൊണ്ട് വളരെ നിസ്സാരമായിട്ട് അവന് ആ ക്യാന് താഴെ എത്തിച്ചു. ക്യാന് ചുവന്ന സർക്കിളിൽ വെച്ച ഉടനെ ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് അമായ ഓടി ചെല്ലുകയാണ്. അങ്ങനെ ആദ്യം തന്നെ അമായ 2 പേരെ കണ്ടെത്തി. ഇനി അമായക്ക് കണ്ടുപിടിക്കാനുള്ളത് തക്കഹാത്തയും ഇഷിഗയും മാത്രമാണ്. തക്കഹാത്തയും ഇഷിഗയും അമായക്ക് പിടികൊടുക്കാതെ ഒളിച്ചു നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഇഷിക അതിനു വേണ്ടിയുള്ള ഒരു കയറെടുക്കാനായി ഓടിപ്പോയപ്പോൾ അവള് അമായയുടെ കൺമുന്നിൽ പെട്ടു. അങ്ങനെ അവളും ജയിലിലാവുകയാണ്. ഇനി അമായക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ ഹീറോനെ മാത്രമാണ്. അമായക്ക് അവനെ എവിടെയൊക്കെ നോക്കിയിട്ടും തക്കഹാത്തയെ കണ്ടുപിടിക്കാനേ സാധിക്കുന്നില്ല. പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് തന്നെയാണ് തക്കഹാത്ത ഇവിടെ ഒളിച്ചു നിൽക്കുന്നത്. അപ്പോൾ തക്കഹാത്തനെ കണ്ടുപിടിക്കാനായി പറ്റാത്ത അമായ ഇവിടെ ഒച്ചത്തിൽ പറയാണ്, തക്കഹാത്ത നീ എവിടെയാണുള്ളത്? പുറത്തേക്ക് ഇറങ്ങി വാ, ഞാൻ നിന്നെ ജയിലിലാക്കത്തില്ല. നമുക്ക് 2 പേർക്കും ഈ ഗെയിം അവസാനിപ്പിക്കാം. നമുക്ക് 2 പേർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഗെയിം വിജയിച്ച് അതിജീവിക്കാം. എന്നാൽ അമായ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ തക്കഹാത്തയോട് ഇഷ്ടമുള്ള ഇഷിക ഒച്ചത്തിൽ പറയാണ്, തക്കഹാത്ത ദയവ് ചെയ്ത് നീ പുറത്തേക്ക് വരരുത്, ഇവൻ നിന്നെ തീർച്ചയായിട്ടും ചതിക്കും. ഞങ്ങളുടെ ജീവൻ പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, എന്നാൽ നീ ജീവിക്കണം. അപ്പോൾ ഇഷികയുടെ ശബ്ദം കേട്ടപ്പോൾ തക്കഹാത്ത ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു. ഞാൻ ഒരു ഭീരുവിനെ പോലെ ഇവിടെ ഒളിച്ചിരിക്കത്തില്ല, ഞാൻ അവരെ എല്ലാവരെയും എന്റെ ജീവൻ നൽകി രക്ഷിക്കും. അപ്പോൾ തക്കഹാത്ത ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ആർമർ വസ്ത്രം കാണാം. അത് ധരിച്ചുകൊണ്ടാണ് തക്കഹാത്ത അമയുമായി ഫൈറ്റ് ചെയ്യാനായിട്ട് പോയത്. പക്ഷെ ചെറുതായി പണിവാളി. ആ ആർമർ ധരിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ഭാരം കാരണം തക്കഹാത്തക്ക് മര്യാദക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഇവര് 2 പേരും ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷെ തക്കഹാത്തയുടെ മനസ്സിൽ മറ്റു ചില പ്ലാൻസും ഉണ്ടായിരുന്നു. ഈ ആർമറിൽ അവന് ചങ്ങല വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് അമായയുടെ ദേഹത്ത് കെട്ടിക്കൊണ്ട് അവനെ അവിടെ കുറച്ചു നേരത്തേക്ക് കെട്ടിവെച്ചു. എന്നിട്ട് ഇവിടെ ഓടി പോകുന്നത് ആ ക്യാന് ചവിട്ടി സ്വന്തം ജീവൻ കളഞ്ഞ് ജയിലിൽ കിടക്കുന്ന 3 പേരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അവനെ തടയാനായിട്ട് അമായ പിന്നാലെ ഓടി
ഓടി വരുന്നുമുണ്ട്. നിന്റെ ജീവൻ കളഞ്ഞ ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കരുത് എന്ന് ഇഷികയും ഒച്ചത്തിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കിയെടുക്കാതെ ഫൈനലി അമായ ആ ക്യാന് ചവിട്ടി തെറിപ്പിച്ചു. പക്ഷെ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചു. ആ ക്യാന് ചവിട്ടിയപ്പോൾ അവിടെ പൊട്ടിത്തെറി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതായത് തക്കാഹാത്ത മരണപ്പെട്ടിട്ടില്ല. ഈ സമയം ആ 3 ഡോൾസ് പുറത്തു വന്നു. ക്യാന് ചവിട്ടിയാൽ പൊട്ടിത്തെറിക്കുമെന്ന് ഗെയിമിന്റെ ശക്തി കൂട്ടാൻ വേണ്ടി ഇവന്മാര് ചുമ്മാ പറഞ്ഞതാണ്. ഇതേ സമയം ജയിലിലുള്ളവരൊക്കെ പുറത്തേക്ക് അവര് റിലീസ് ചെയ്തിട്ടുമുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഇവർക്ക് 5 പേർക്കും മനസ്സിലാകുന്നില്ല. അതേപോലെ ഈ ഗെയിമിൽ വിജയിച്ചവരോ പരാജയപ്പെട്ടവരോ ആരുമില്ല. അതുകൊണ്ട് ആരും മരണപ്പെടില്ല എന്നും ഈ ഡോൾസ് പറയുന്നുണ്ട്. സോ ഫൈനൽ ഗെയിമും അവസാനിച്ചതിന് ശേഷം ആ സ്ഥലത്ത് പടക്കം പൊട്ടുന്നതായി കാണാം. അങ്ങനെ അതൊക്കെ കണ്ട് ഇവര് 4 പേരും ആഘോഷിക്കുകയാണ്. എന്നാൽ അമായ മാത്രം ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഇരിക്കുന്നത് കാണാം. അവന് ഗെയിം വിജയിക്കാൻ സാധിക്കാത്തത് കൊണ്ട്. ഈ ഡോൾ ഇവർക്ക് 5 പേർക്കുമായി 5 സ്റ്റിക്ക് ഐസ്ക്രീം നൽകുകയാണ്. സോ ഇവിടെ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ഇഷികയും തക്കാഹാത്തയും ഇവര് 2 പേരും അവരുടെ ഉള്ളിലുള്ള ഇഷ്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഗെയിമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നും അവര് പറയുന്നുണ്ട്. പക്ഷേ ഒന്നും ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. അവര് ഐസ്ക്രീം തിന്നു കഴിഞ്ഞപ്പോൾ തക്കാഹാത്തയുടെ ഐസ്ക്രീമിന്റെ സ്റ്റിക്കിൽ യു വിൻ എന്ന് എഴുതിയതായി കാണാം. അതേപോലെ അമയുടെ സ്റ്റിക്കിലും യു വിൻ എന്ന് എഴുതിയിട്ടുണ്ട്. തക്കാഹാത്ത അപ്പോൾ തന്നെ ഇഷികയോട് നിന്റെ സ്റ്റിക്കിലെ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരുടെ മുഖത്തെ സങ്കടം തക്കാഹാത്ത കണ്ടു. കാരണം ഇഷികയുടെയും മറ്റു 2 പേരുടെയും സ്റ്റിക്കിൽ യു ലൂസ് സോ യു ഡൈ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡോൾ വന്ന് അവരോട് പറയാണ്, മക്കളെ, എല്ലാ ഗെയിമിലും വിജയിക്കുന്നവരുമുണ്ട് പരാജയപ്പെടുന്നവരുമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ആരൊക്കെയാണ് വിജയിച്ചത് ആരൊക്കെയാണ് പരാജയപ്പെട്ടത് എന്ന്. സോ ഇവിടെ കരഞ്ഞുകൊണ്ട് ഇഷിക തക്കാഹാത്തയോട് പറയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമില്ല. ഗുഡ് ബൈ തക്കാഹാത്ത. അപ്പോൾ ഈ ഡോൾ പരാജയപ്പെട്ട ഈ 3 പേരെയും കൊന്നുകളയുകയാണ്. തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ കാമുകി മരണപ്പെട്ടത് കണ്ട് തക്കാഹാത്ത ശരിക്കും ഷോക്കായി പോയി. അങ്ങനെ കഥയുടെ അവസാനം ഈ മരണക്കളികളൊക്കെ വിജയിച്ച 2 പേരായ അമായ തക്കാഹാത്ത ഇവര് തിരിച്ച് സാധാരണ ലോകത്തേക്ക് എത്തുകയാണ്. അവരെ കാണാനായിട്ട് ഒരുപാട് ജനങ്ങളാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. ഈ മരണക്കളിയൊക്കെ വിജയിച്ച ഇവരെ 2 പേരെയും ഗോഡ്സ് ചിൽഡ്രൻ അഥവാ ദൈവത്തിന്റെ മക്കൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇവിടെയാണ് ആസ് ദ ഗോഡ്സ് വിൽ എന്ന കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.